ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചായക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉണ്ടംപൊരിയുടെ റെസിപ്പിയാണ്. ഇതിന് ചില സ്ഥലങ്ങളിൽ പഴം ബോണ്ട എന്നും പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3 ഏലയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിനൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴത്തിന് പകരം ഞാലിപ്പൂവനോ അല്ലെങ്കിൽ ചെറുപഴം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എള്ള് ഓപ്ഷണലാണ്, എള്ളില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് 3/4 കപ്പോളം ശർക്കര ഞാനിവിടെ ഒരു 1/4 കിലോ ശർക്കരയോളം കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്ത് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഞാനിവിടെ ശർക്കര എപ്പോഴും ഉരുക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ എന്തെങ്കിലും തയ്യാറാക്കുമ്പോൾ എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം വേണം ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോയാലും നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. ഇതിലേക്കൊരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം, അതായത് സോഡാപ്പൊടി. ഞാനിവിടെ ഒരു 3/4 കപ്പോളം ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടുകയും ചെയ്യും. ഈ ഒരു പാകത്തിന് നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. ഒരുപാട് വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി ഇതൊരു 1 മണിക്കൂറോളം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആണെങ്കിലും കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് ഈ മാവ് ഒന്നുകൂടെ കൈ കൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം കയ്യിലൊന്ന് വെള്ളം നനച്ചതിന് ശേഷം വേണം ഇത് ബോൾസാക്കി ഉരുട്ടിയെടുക്കാനായിട്ട്. കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം ഇങ്ങനെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഓയിൽ ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരു നുള്ളു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്കിതിലേക്ക് ഉണ്ടംപൊരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ ഉണ്ടംപൊരി വീതം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. ഉണ്ടംപൊരി ഇടുമ്പോഴേക്കും ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം വേണം ഓരോ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ആയിരുന്നാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതൊരു കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുകയില്ല. കാര്യം ഉള്ള് വെന്തിട്ടുണ്ടാവില്ല, പുറമേ നല്ല കറുപ്പ് കളർ ആവുകയും ചെയ്യും, ഉള്ളു വേഗയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കിത് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഇട്ട ഇത് ഉണ്ടംപൊരി ശരിയായിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് കോരി മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ചായക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഉണ്ടംപൊരി എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ വെച്ചാലേ കറക്റ്റ് പാകത്തിന് നമുക്ക് ഇത് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.